NLP പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ you will be able to program your life in such a way that your life will be moving forward the way you want it. അതാണ് പ്രോഗ്രാമിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ പ്രോഗ്രാമിങ്ങിനുള്ള ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ ലാംഗ്വേജ് ഉള്ളല്ലോ മനസ്സിൽ. അപ്പോൾ ഉള്ളിൽ വരുന്ന ലാംഗ്വേജ് ഉള്ളിൽ എങ്ങനെയായാലും ലാംഗ്വേജ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടേലും ഇല്ലേലും ഒരു ലാംഗ്വേജ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്കൂടെ വേറൊരാൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അയാളുടെ ദേഷ്യം തോന്നും. എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് വരും, അമ്പോടാ നീ എന്നാടാ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതി കൂടെ നീ പെരുമാറണ്ടേ, നീ എന്നാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അത് അതിൻ്റെ കൂടെയല്ല വിലയ്ക്ക് കൂടി ദേഷ്യം മൂത്തങ്ങ് പോകും. ഇനി സങ്കടമാണെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ ആയിപ്പോയല്ലോ, അത് ലാംഗ്വേജാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെ കൊണ്ടാണ് ഈ ലാംഗ്വേജൊക്കെ വരുന്നത്. പക്ഷെ പ്രോഗ്രാമിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് കൊണ്ട് നമുക്ക് വരുന്നത് നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സെയിം ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കും. ലാംഗ്വേജ് ഒന്ന് തന്നെയാണ്, കത്തി ഒന്ന് തന്നെ ആണെങ്കിലും അതിനെ പല കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റും, ഇല്ലേ? ഒരാളെ ഉപദ്രവിക്കാനും പറ്റും, ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കാനും പറ്റും. എന്ന് പറഞ്ഞാൽ ഭാഷ എന്ന് പറയുന്നതിന് ആ ഭാഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ടും മറ്റുള്ളവർക്ക് പ്രതികൂലമായിട്ടൊക്കെ വരുത്താൻ പറ്റും. സോ ലാംഗ്വേജ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ടൂള്. അപ്പൊ ഈ ലാംഗ്വേജിനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. എങ്ങനെ പ്രോഗ്രാം ചെയ്യും? സോ ദാറ്റ് യു ക്യാൻ ഇറേസ് യുവർ നെഗറ്റീവ് ഇമോഷൻസ്. ഈ ലാംഗ്വേജ് കൊണ്ടാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത്, നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാകുന്നത്. അപ്പൊ അതേ ലാംഗ്വേജിനെ ഒന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പൊ ആ നെഗറ്റീവ് ഇമോഷൻ ഇറേസ്ഡ് ആയിട്ട് പൊക്കോളും. ഉദാഹരണത്തിന് നമുക്ക് നെഗറ്റീവ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്. ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ്, അസൂയ, ഇങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. ഈ നെഗറ്റീവ് ഇമോഷൻസ് ആണ് പ്രശ്നമിരിക്കുന്നത്. അതിനെ നമ്മൾ ഇറേസ് ചെയ്യണം. അതിനാണ് NLP പഠിക്കുന്നത്, അതിനാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ലാംഗ്വേജ് എന്ത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നു? അപ്പൊ പാമ്പിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പേടിയാ തോന്നുമെങ്കിൽ പറഞ്ഞാൽ അവിടെ ഒരു ലാംഗ്വേജ് വന്നു. എന്താണ് ലാംഗ്വേജ്? അയ്യോ പാമ്പ് എന്നെ കടിക്കും, ഞാൻ മരിച്ചു പോകും. ആ ലാംഗ്വേജിനൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. പക്ഷെ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്ന രീതി കൂടെ വേണം ചെയ്യാൻ. അല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വേറെ തരത്തിൽ പോയിക്കൊണ്ടിരിക്കും. അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇപ്പൊ പാമ്പ് തോമസ് നിന്നെ കടിക്കും എന്നാണ് ചിന്ത വന്നിരിക്കുന്നെങ്കിൽ പാമ്പ് എന്നെ കടിക്കുകയല്ല എന്ന് ഞാനൊരു ലാംഗ്വേജ് ഉണ്ടാക്കിയെന്ന് കൂട്ടുക. കുറച്ച് കഴിയുമ്പം വീണ്ടും ലാംഗ്വേജ് വരും, അല്ല ശരിക്കും ഈ പാമ്പ് കടിക്കാതെ ഇരിക്കുവോ? ഇപ്പൊ കടിക്കാലെന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങൾക്ക് കടിക്കാലെന്ന് പറഞ്ഞോടുകൂടി സന്തോഷം വന്നാൽ തീർന്നു കേട്ടോ, ശരി തന്നെ. പക്ഷേങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ഈ മനസ്സിന് സംശയം വരും എപ്പോഴും. അല്ല ഈ ഭയങ്കര പാമ്പല്ലേ, ഇവൻ ചിലപ്പോൾ കടിക്കാൻ മേലാകിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോകും? അപ്പോൾ അതിനെ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ കറക്റ്റ് ചെയ്ത് അവസാനം പിന്നെ കറക്റ്റ് ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ ഹാപ്പി ആയിട്ട്